ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ റിച്ചുവിനെ എണീപ്പിച്ചു. ഇതേ പേസ്റ്റ് ബ്രഷും ഒക്കെ കൈ കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പം പല്ല് തേക്കുന്ന സമയം കൊണ്ട് നമുക്ക് മുറ്റം അടിച്ചാലോ. അപ്പം ദേ മുറ്റം അടിക്കാനായിട്ട് ചൂലെടുക്കാൻ പോവുകയാണ്. അങ്ങനെ ചൂലെടുത്തിട്ട് വന്ന് ദേ മുറ്റം അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നൗഫി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മുറ്റം അടിക്കുന്നത്. നൗഫി ഉണ്ടെങ്കിൽ നൗഫി ആയിരിക്കും മിക്കവാറും മുറ്റം അടിക്കാറ്. എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാനായിരുന്നു കേട്ടോ മുറ്റം അടിച്ചിരുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മയുടെ ഡ്യൂട്ടിയായിരുന്നു മുറ്റമടി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ നൗഫി വന്നപ്പോഴത്തേക്ക് നൗഫിയാണ് മുറ്റം അടിക്കാറ്. അപ്പോൾ ഇന്ന് നൗഫി ഇല്ല നമ്മുടെ വീട്ടിൽ. നൗഫി വോട്ട് ചെയ്യാൻ വീട്ടിൽ പോയിരിക്കുകയാണ്. ഇന്ന് വരൂ കേട്ടോ. അപ്പോൾ എന്താണ് ഞാൻ മുറ്റമൊക്കെ അടിച്ച് വാരുന്നുണ്ട്. പിന്നെ ഉമ്മ അടുക്കളയിൽ രാവിലത്തെ കാപ്പി പരിപാടി അങ്ങനെയൊക്കെ ജോലിയുടെ സമയം കൊണ്ട് ഞാൻ മുറ്റം അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കല്യാണത്തിന് മുമ്പ് നമ്മൾ മുറ്റം അടിക്കാമായിരുന്നു. പക്ഷേ ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്ന വീട്ടിൽ അത്യാവശ്യം മുറ്റം ഇല്ലായിരുന്നു കേട്ടോ. ഫസ്റ്റിലെ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ അത്യാവശ്യം മുറ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ അങ്ങനെ വലിയ മുറ്റം അടിക്കാനും മാത്രം ഒന്നുമില്ല കേട്ടോ. അപ്പം നമ്മുടെ മുറ്റം അടിയൊക്കെ കഴിഞ്ഞ് ഉമ്മ രാവിലത്തേക്കുള്ള കറിവേപ്പിലയൊക്കെ പൊട്ടിച്ചുകൊണ്ട് വരുമായിരുന്നു കറിക്ക് താളിച്ചൊഴിക്കാനൊക്കെ ആയിട്ട്. അപ്പം നമ്മുടെ റിച്ചുവിൻ്റെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് റിച്ചു ദേ ഫ്രണ്ടിലത്തെ മാവിന്ന് കുറേ മാങ്ങ ഇങ്ങനെ വീണ് കിടക്കും കേട്ടോ. നല്ല ഊറി കഴിക്കാൻ പറ്റുന്ന മാങ്ങയാണ് ഇത്. അപ്പോൾ അതൊക്കെ പറക്കി ശേഖരിച്ച് വെക്കുകയാണ് നമ്മുടെ റിച്ചു ചെയ്യുന്നത്. അപ്പോൾ ദേണ്ട അത്യാവശ്യം മാങ്ങ ദേണ്ട മുറ്റത്ത് കിടന്നെല്ലാം നമ്മുടെ റിച്ചു പറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഉമ്മ എണീറ്റ് വന്നപ്പം വീണത് ഉമ്മ പറക്കി ദേണ്ട സിറ്റ് ഔട്ടിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇന്ന് നൂലപ്പവും ഗ്രീൻ പീസ് കറിയാണ്, അതായത് ഇടിയപ്പവും ഗ്രീൻ പീസ് കറി കേട്ടോ. അപ്പോൾ അതൊക്കെ വേണ്ട നമ്മളവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. നമ്മുടെ റയാനും റിച്ചുവും കഴിക്കുന്നുണ്ട്. ഉച്ചയായപ്പോഴത്തേക്കും റയാനും റിച്ചുവിനും നമ്മുടെ കുഞ്ഞുമാടെ മോളും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ റയാനും റിച്ചുവിനും കളിക്കാൻ ആരുമില്ലെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അപ്പം നമ്മൾ കുഞ്ഞുമാടെ മോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ വന്ന് ഒരു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നൗഫി ഒരു ഫാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൗഫിയും നമ്മുടെ അപ്പൂസും തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും വാപ്പ ചായക്ക് കടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അഴിച്ച് പാത്രത്തിലേക്ക് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുവാണ്, അൺബോക്സിങ് ആണെന്നും പറഞ്ഞ് ദേണ്ട ഒരു പ്ലേറ്റിലോട്ട് അവരത് പറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഏത്തയ്ക്കാപ്പവും ഉള്ളിവടയും മുട്ട ബജിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂട്ടി നമുക്ക് വൈകിട്ട് ചായയോടൊപ്പം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നേണ്ട ചായയോടൊപ്പം ബജിയൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്ക് നമ്മൾ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ കുഞ്ഞുമാടെ മോനാണ് താസായിൽ. ഇപ്പോൾ അവനാണ് എന്താ പറയുക ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അവൻ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേണ്ട നമ്മുടെ റിച്ചുവും നമ്മുടെ നൗഫിയൊക്കെ അവിടെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. ഈ മന്തി ഞാൻ കഴിക്കാത്തതുകൊണ്ട് ഇതിൻ്റെ അഭിപ്രായം കൊള്ളാമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് പറഞ്ഞു തരാനറിയില്ല. അവർ കഴിച്ചിട്ട് കൊള്ളാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 11:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. അപ്പോൾ റയാനും റിച്ചു ഉറങ്ങാതിരിക്കുന്നത് വാപ്പായെ കാത്തിരുന്നത്. വാപ്പ വന്നപ്പോൾ ദേണ്ട ബന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ദേണ്ട ഫാമിലി പാക്ക് ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്ട്രോബെറിയുടെ അത്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചൊരു പാത്രത്തിലോട്ടാക്കി രണ്ടാക്കും കൊടുത്തു. അതൊക്കെ കുടിച്ചു. അത്രയേ ഉള്ളൂ. ബാക്കി നാളെ കാണാം.